ഓം ശാന്തി. കുറേ ഫോൺ കോളുകൾ, വാട്സപ്പ് മെസ്സേജസ്, മെയിലുകൾ, ഡയറക്റ്റ് കോണ്ടാക്റ്റ്, ഇങ്ങനെ ഒരുപാട് പേര് പ്രശ്നങ്ങളുമായിട്ട് സമീപിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം മാത്രം ഓർക്കാറുണ്ട്. ലോകത്ത് പ്രശ്നമില്ലാത്തവർ, അല്ലെങ്കിൽ പ്രോബ്ലം ഇല്ലാത്തവർ, സങ്കടമില്ലാത്തവർ, രോഗമില്ലാത്തവർ, കഷ്ടമില്ലാത്തവർ, ഇങ്ങനെ ആരും ഉണ്ടാവാറില്ല. എന്നാൽ ഇത്തരം പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് ജീവിതത്തിൽ വിജയത്തിലെത്തിച്ചേരുന്നത്. നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് മാറ്റാൻ പറ്റണം. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കൊച്ചു കഥ ഓർത്ത് പോവുകയാണ്. ഒരിക്കൽ ഒരു ഗ്രാമത്തിലെ കർഷകന് ഒരു കാളയുണ്ടായിരുന്നു. അയാൾ നിലമുഴാൻ വേണ്ടിയും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ആ കാളനെ ഉപയോഗിച്ചിരുന്നു. ഒരുപാട് കാലം പണിയെടുത്ത് ആ കാള വയസ്സൻ കാളയായിപ്പോയി. അയാളാണെങ്കിൽ അത്രയും കാലം സ്നേഹിച്ച് വളർത്തിയ കാള, അതിനെ ആർക്കെങ്കിലും വിറ്റ് കളയാനും മനസ്സില്ല. എന്നാൽ ആ കാളേനെ വളർത്തിയിട്ട് ഇനി ഒട്ടും നേട്ടവും ഇല്ല. അങ്ങനെ വന്നപ്പോൾ അയാൾ എന്ത് ചെയ്തു? ആ കാളേനെ ഒരു ദിവസം പാടത്തേക്ക് അയാൾ പോകുമ്പോൾ ആ കാളയും കൊണ്ടുപോകും, അവിടെ എന്തെങ്കിലുമൊക്കെ തിന്നും, തിരിച്ചു വരുമ്പോൾ കൂടെ വരും. അങ്ങനെ അയാൾ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കാള അയാളുടെ കൂടെ പോക്കും വരും ചെയ്യും. പണിയെടുക്കാനുള്ള ആരോഗ്യത്തിന് ഇല്ലാതായിപ്പോയി, വയസ്സൻ കാളയായി. ഒരു ദിവസം അയാൾ വന്നുകൊണ്ടിരിക്കുക വഴിയിലുള്ളൊരു പൊട്ടക്കിണറ്റിൽ ഈ കാള വീണു. അപ്പോൾ അയാൾ വിചാരിക്കുകയാണ്, ഈ കാളേനെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് പരിശ്രമിച്ചിട്ട് കാര്യമില്ല, ഈ കാളേനെ കൊണ്ടൊരു യൂസും ഇല്ല. അതുകൊണ്ട് ഈ കാളേനെ ഞാൻ എന്തായാലും ഇവിടെ ഇടുകയാണ്. ഇനി ഈ കാള ചത്തു കഴിഞ്ഞിട്ട് അതിനുള്ളിൽ കിടന്ന് ചത്തുപോയാൽ ആകെ നാറി വൃത്തികേടാവും. അതുകൊണ്ട് നാട്ടുകാരോടൊക്കെ പറയാം, എല്ലാവരും കൂടി ഓരോ കൊട്ട മണ്ണായിട്ട് അതിന് മുകളിൽ കൊണ്ടിടുകയാണെങ്കിൽ ആ കാള അതിൻ്റെ ഉള്ളിൽ അങ്ങ് ചത്തുപൊക്കോളും. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം എന്നയാൾ പ്ലാൻ ചെയ്തു. അങ്ങനെ അയാൾ നാട്ടുകാരോടൊക്കെ വന്ന് പറയുകയാണ്, ഇങ്ങനെ എൻ്റെ വയസ്സൻ കാള ആ പൊട്ടക്കിണറ്റിൽ വീണുപോയി, നിങ്ങളുടെയും കാളകൾ അതിൻ്റെ ഉള്ളിൽ വീണു പോയേക്കാം, മനുഷ്യന്മാർ വീഴാം, അതുകൊണ്ട് നല്ല കാര്യം ആ കിണർ നമുക്കങ്ങ് മൂടിക്കളയാം എന്ന് എല്ലാവരോടും പറയുകയാണ്. ഇയാളുടെ ആശയം കേട്ട് കുറേ ആൾക്കാർ മണ്ണ് കൊണ്ടുവന്ന് ഈ കിണറ്റിലേക്ക് ഇടാൻ തുടങ്ങി. ഒരു പ്രാവശ്യം മണ്ണിട്ട് കഴിയുമ്പോൾ ഈ കാള ആ മണ്ണിനെ ഒന്ന് കുടഞ്ഞു കളഞ്ഞിട്ട് ആ മണ്ണിൻ്റെ മേലെ കയറി നിൽക്കും. രണ്ടാമത്തെ പ്രാവശ്യം കൊട്ട മണ്ണിട്ടപ്പോഴും അതിൻ്റെ മേലെയും ആ കാള കയറി നിന്നു. അങ്ങനെ ഓരോരുത്തരും മണ്ണ് കൊണ്ടിടുമ്പോൾ കാള ആ മണ്ണിനൊന്ന് കുടഞ്ഞു കളഞ്ഞിട്ട് ആ മണ്ണിൻ്റെ മേലേക്ക് കയറി നിൽക്കും. അങ്ങനെ എല്ലാവരും കൊണ്ട് മണ്ണിട്ടുകൊണ്ടിരുന്നു. മണ്ണിട്ട് കിണർ നിറഞ്ഞു, കാള പുറത്തേക്ക് വരികയും ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആ കാളയുടെ അവസ്ഥയൊന്ന്. ജീവിതകാലം മുഴുവൻ പണിയെടുത്തതായിട്ടുള്ള യജമാനൻ ജീവനോടെ ആ കിണറിൻ്റെ ഉള്ളിൽ അതിനെ അങ്ങ് മറവ് ചെയ്യാനായിട്ട് നിശ്ചയിച്ചു. അതിന് കൂട്ടുനിന്ന ഒരുപാട് മനുഷ്യന്മാരും. എന്നിട്ടോ ആ കാള ആ കാര്യത്തെ ഒന്നും കാണാതെ ഇട്ട ഓരോ കൊട്ട മണ്ണും തൻ്റെ അനുഗ്രഹമാക്കി മാറ്റിക്കൊണ്ട് അവസാനം കിണറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു. ജീവിതത്തിൽ സാഹചര്യങ്ങൾ പലപ്പോഴും പല രീതിയിലും വരാം. നമ്മൾ ഒറ്റപ്പെടുന്ന മാത്രമല്ല, ആർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തോ, ആരെ കൂടെ നിന്നോ, അവരെല്ലാവരും നമ്മളെ എതിർക്കുന്ന അവസ്ഥ വരെ വന്നേക്കാം. പക്ഷേ ആരാണോ എല്ലാ നെഗറ്റീവിനെയും പോസിറ്റീവിലേക്ക് മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവർക്ക് അനുഗ്രഹമായിട്ട് മാറാറേ ഉള്ളൂ. ആരാണോ സങ്കടവും വിഷമവും തന്നെ പറഞ്ഞുകൊണ്ട് അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം ആ കിണറ്റിൽ അവർ മറവ് ചെയ്യപ്പെടുന്ന അർത്ഥം. അപ്പോൾ ഈ ജീവിതമാകുന്ന യാത്രയിലും അങ്ങനെ തന്നെയാണ്. മുന്നോട്ടുള്ള നമ്മുടെ യാത്ര പോകുന്ന സമയത്ത് കഷ്ടപ്പാട് വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ, ഓരോ സാഹചര്യത്തിൽ നിന്നും ഒന്നൊരു കാര്യം പഠിച്ചുകൊണ്ട് അതിൻ്റെ ലെസൺ എന്തെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ എല്ലാ സാഹചര്യത്തിനും മാറ്റി മറിഞ്ഞുകൊണ്ട് നമുക്ക് മാറാം. അതേസമയം എന്തൊരു പ്രശ്നത്തിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുമ്പോഴും അത് ചെയ്താൽ ഇങ്ങനെയാവും, അയ്യോ അങ്ങനെ ചെയ്താൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഞാൻ കണ്ടെടുത്തോളം നെഗറ്റീവിൻ്റെ ടൂ മച്ചിൽ നിൽക്കുന്നവർ, ജെനുവിനായിക്കൊണ്ട് എന്തുകൊണ്ട് എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് സൊല്യൂഷൻ പറഞ്ഞുതരുമെന്ന് ചോദിക്കുമ്പോൾ ചെയ്ത് മുന്നേറുന്ന ഒരുപാട് പേരുണ്ട്. അതെനിക്ക് വളരെ സന്തോഷമാണ്. പക്ഷേ കുറച്ച് ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ എന്ത് പറഞ്ഞു കൊടുക്കുമ്പോഴും അതിൻ്റെ അപ്പുറത്തുള്ള നെഗറ്റീവ് എന്താണെന്ന് കണ്ടെത്തും, അത് ആയില്ല എന്ന് പറയും. അതിൻ്റെ അപ്പുറത്തെ നെഗറ്റീവ് എന്തെന്ന് കണ്ടെത്തും, അതെനിക്ക് പറ്റില്ല എന്ന് പറയും. ഇങ്ങനെ ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നവർ ജീവിതത്തിൽ എല്ലാ കാലത്തും സ്വയം കരയണം എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു ആക്സിഡൻറ്റിൽ കുരുങ്ങിയിട്ട് ബ്രെയിനിൻ്റെ പകുതി ഭാഗം പ്രവർത്തിക്കാതായി ഇനി ഈ ജീവിതത്തിൽ ഒരിക്കലും തന്നെ എഴുന്നേറ്റ് നടക്കില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ആളുകൾ വീണ്ടും തൻ്റെ ബിസിനസ്സിലേക്കും
ലൈഫിലേക്കും തിരിച്ചു വന്ന് എല്ലാവർക്കും മോട്ടിവേഷനായിരിക്കുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. കൈയും കാലും ഇല്ലെങ്കിലും തൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. എന്നാൽ കൈയും കാലും ഉണ്ട്, തലയുണ്ട്, ബുദ്ധിയുണ്ട്, എല്ലാതും ഉണ്ട്. പക്ഷേ തൻ്റെ കഷ്ടപ്പാടുകളെ, സങ്കടങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ട് ജീവിതകാലം കഴിച്ചു കൂട്ടുന്ന ആളെയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആരാണോ തൻ്റെ ജീവിത സാഹചര്യങ്ങളെ നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് മാറ്റുന്നത് അവർ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉന്നതിയിലെത്തുന്ന ഉറപ്പാണ്. അതേസമയം സങ്കടങ്ങളെ ഓർക്കുന്നവർ അതിൽ തന്നെ വീണു പോകുന്ന ഉറപ്പാണ്. അതിനും വേറൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ട്. നിങ്ങൾക്കറിയോ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട് വരുമ്പോൾ അത് കാരണം ഉണ്ടായിട്ടാവട്ടെ ഇല്ലാഞ്ഞിട്ടാവട്ടെ ദുഃഖം തീർച്ചയായിട്ടും ഉണ്ടാകുന്നെങ്കിൽ എൻ്റെ മനസ്സിലാണ് ഉണ്ടാവുക. എൻ്റെ മനസ്സിൽ ഒരു കാര്യം വീണ്ടും വീണ്ടും ഓർക്കുമ്പോൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കുന്ന വൈബ്രേഷൻസ് അതേ ഉണ്ടാകൂ. എൻ്റെ മനസ്സിൽ നിന്നുണ്ടാവുന്ന സങ്കല്പത്തിൻ്റെ ആധാരത്തിലുള്ള പ്രകമ്പനങ്ങൾ, വൈബ്രേഷൻസ് മാത്രമേ എനിക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കൂ. ആ ഒരു വൈബ്രേഷനോട് കൂടി നിങ്ങൾ ആരെ കാണാൻ പോകുമ്പോഴും അവരൊക്കെ നിങ്ങളോട് നെഗറ്റീവായിട്ടേ പെരുമാറുള്ളൂ, പോസിറ്റീവായിട്ട് പെരുമാറില്ല. അതുകൊണ്ട് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് അതൊരു കൊട്ട മണ്ണാണെന്ന് കരുതി അതിൻ്റെയും മേലെ കയറി നിൽക്കുക. ഇനി അതിൻ്റെയും ഹൈറ്റ്സിലേക്ക് പോവുക. എല്ലാ തടസ്സങ്ങളും നമുക്ക് ഉയരത്തിലേക്ക് പറക്കാനുള്ളതായിരിക്കുന്ന ചിറകുകളാണെന്ന് വിചാരിച്ചാൽ നമുക്ക് ജീവിതത്തിൽ എന്നും സന്തോഷമായിരിക്കും. എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ അവസാനം വിജയം നിങ്ങൾക്ക് സ്വന്താക്കാൻ സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഉയർന്ന തലത്തിലെത്താൻ വേണ്ടി, എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടി നിൽക്കുന്നതായിരിക്കുന്ന തലത്തിൽ നിന്ന് ഓരോരോ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകാനുള്ളതായിരിക്കുന്ന പടികളായിക്കൊണ്ട് നിങ്ങൾക്കുള്ള കഷ്ടങ്ങളെ, പ്രയാസങ്ങളെ, തടസ്സങ്ങളെ, വിഷമങ്ങളെ മാറ്റിമറിക്കൂ. ഒന്നുമില്ലെങ്കിലും മനഃശക്തി എന്ന ഒരൊറ്റ സാധനം ഉണ്ടെങ്കിൽ സങ്കല്പശക്തിയെ 100% ഉപയോഗിക്കാൻ വിധം നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഈ ലോകം, ഈ ഭൂമി, ഈ യൂണിവേഴ്സ്, ഭഗവാൻ എല്ലാം കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇല്ലാതാക്കാനുള്ളതായിരിക്കുന്ന ഏറ്റവും നല്ല മെത്തേഡാണ് എന്ത് നെഗറ്റീവ് വരുന്നെങ്കിലും അതിനെ ആ സമയത്ത് പോസിറ്റീവിലേക്ക് മാറ്റുക. ഒരു കൈ പോയെങ്കിൽ ഒരു കൈയല്ലേ പോയിട്ടുള്ളൂ, മറ്റേ കൈ ഇപ്പോഴും ഉണ്ടല്ലോ. ഒരു ആക്സിഡൻറ്റ് പറ്റി എന്തെങ്കിലും മുറിവ് പറ്റിയാൽ ഒരു ഭാഗം പോയാൽ പോലും അത്രയല്ലേ ഉണ്ടായിട്ടുള്ളൂ, ജീവൻ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഈ ലോകത്തിൽ വലിയ സ്ഥലത്ത് എത്തു തന്നെ ചെയ്യും. അതുകൊണ്ട് ചിന്താധാരേനെ മാറ്റിമറിക്കൂ, കരയാതിരിക്കൂ. സാഹചര്യങ്ങളിൽ വലുതാവാൻ വേണ്ടി നമുക്ക് പഠിക്കാം. എന്നാൽ നിങ്ങൾക്ക് വിഷമമായിരിക്കുന്ന, സങ്കടം തരുന്ന, ദുഃഖ കാരണമാകുന്ന എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തിലേക്ക് മാറ്റപ്പെടും. നിങ്ങൾക്ക് അങ്ങനെ മാറ്റാൻ സാധിക്കട്ടെ. ഓം ശാന്തി.